ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മൾ മൂന്നാറിലെത്തിയിരിക്കുകയാണ്. അപ്പം മൂന്നാറിലൊരു 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആനച്ചാലിൽ നിന്നൊരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഏറ്റവും പുതിയൊരു ലക്ഷറി റിസോർട്ട്സിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി കപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള റിസോർട്ടാണ്. ഇവിടെ എത്തിയത് തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ്. നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് മൂന്നാറിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ടയേർഡാണ്. നമുക്ക് ഡിന്നർ ഓർഡർ ചെയ്യണം. എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. മുകളിൽ പാട്ട് വെച്ചിട്ടുണ്ട്, മ്യൂസിക് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ക്യാമ്പ് ഫയർ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കാണണ്ടേ, ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. ഒരുപാട് ട്രാവൽ ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിന്നർ കുറച്ച് കനത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗീ റൈസ് ഉണ്ട്, മലബാർ ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, പിന്നെ ചിക്കൻ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ട്, ബട്ടർ നാനും ഉണ്ട്, സലാഡ് ഉണ്ട്, ഇനി ഫ്രൂട്ട് സലാഡ് വരാനുണ്ട്. അലാക്കാട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ഷീണവും എല്ലാം ഉണ്ട് യാത്ര ചെയ്ത് തന്നെ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. 44 മെമ്പേഴ്സിന് ഇരിക്കാനുള്ള ഡൈനിങ് ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിലും അത്രയും പേർക്ക് ഇരിക്കാനുള്ള ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഫുഡാണ് മുഖ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ആ ഒരു പുതിയ റിസോർട്ട് എന്നുള്ളൊരു ഫീലില്ല. പിന്നെ സ്ട്രൈഡ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. വയനാട്ടിൽ ഇവർക്ക് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ പോയിട്ടുള്ളതാണ്. മൂന്നാറിൽ 2 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പുതിയ റിസോർട്ട് ആയതുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി വൈസൊക്കെ സെറ്റാണ്. ഞാൻ കുറച്ച് ഗീ റൈസ് ഇടാം. ഇതെന്താ പറയുക, പട്ടാന്നല്ലേ. കുറച്ച് മലബാർ ചിക്കൻ കറി ഒന്ന് ഒഴിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഈ ഗ്രേവിയൊക്കെ കാണുമ്പോൾ. വൗ, മലബാർ ചിക്കൻ കറി നല്ല ഈ ടെൻഡറും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സെറ്റാണ്, സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറും അതിൻ്റെ കൂടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. ഒരു റിലാക്സ്ഡ് ആയിരുന്നു. ചുറ്റും ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രിയിൽ ക്യാമ്പ് ഫയറോടെ വന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. നമ്മൾ ലോങ്ങിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് നല്ലപോലെ ടയേർഡായിരുന്നു. അപ്പോൾ ആ യാത്രാക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടി. ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു 4-5 റൂംസിൽ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ താഴെ കാണുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. ഇൻഫിനിറ്റി വ്യൂവിൽ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, അഡൽട്ടിനും ചിൽഡ്രൻസിനും സെപ്പറേറ്റ് ഏരിയ. അഡൽട്ട്സിന് നല്ല ഇൻഫിനിറ്റിയിൽ നല്ല ലെങ്തി ആയിട്ടുള്ള സെക്ഷൻ തന്നെ ഉണ്ട്. കിഡ്സിനും അത്യാവശ്യം എൻജോയ് ചെയ്യാനായിട്ട് നല്ല പോലെ തന്നെ അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു വൈബായിരുന്നു. ടോട്ടലി റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ്. ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഗാർഡനിയ കോട്ടേജ് ആണ്. ബേസ് കാറ്റഗറി റൂമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അറൗണ്ട് ഒരു 7500 ആണ് ഈ റൂമിൻ്റെ പ്രൈസ്. ഒരു സിംഗിൾ ഫാമിലി കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ അടിപൊളിയല്ലേ റൂം. നല്ല ഇൻറ്റീരിയർ വൈസ് ഒക്കെ സൂപ്പറാണ്. വാഷ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. മോർണിംഗ് നേരത്തെ എണീറ്റ് ഞാനൊരു നാച്ചർ വാക്കിങ്ങിന് ഇറങ്ങി. സൺറൈസ് ഒക്കെ കാണാൻ പറ്റും. റിസോർട്ടിൻ്റെ അവിടെ നിന്നൊരു വാക്കിംഗ് ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്ലേസ് കിട്ടും. അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. അങ്ങനെ മോർണിംഗിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ചുറ്റും ഫോറസ്റ്റ് ആംബിയൻസും. ഇത് ഇവരുടെ കോട്ടേജസ് ആണ്. എല്ലാ കോട്ടേജസും ഒരേ ലെവലിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ജക്കൂസി റൂമിലേക്കാണ്. കപ്പിൾസ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഫുൾ പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ജക്കൂസി കോട്ടേജാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിനും മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. റൂംസ് നമ്മൾ ബേസ് കാറ്റഗറി എടുത്താലും പ്രൈവറ്റ് പൂൾ വില്ല എടുത്താലും ഓൾമോസ്റ്റ് ഒരു സെയിം ഫീലാണ് നമുക്ക് കിട്ടുക. പക്ഷേ ബാൽക്കണി വൈസും ലിവിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ജക്കൂസി നമ്മൾ കപ്പിൾസൊക്കെ ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അടിപൊളിയായിരിക്കും. വലിയ റൂമാണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂമിനകത്ത്. സിറ്റിംഗ് ഏരിയ, പിന്നെ ഇവരുടെ അമ്യൂണിറ്റീസ്, അലമാര, ലോക്കർ ഫെസിലിറ്റീസ്, മിനി ബാർ എല്ലാം റൂമിനകത്ത് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് മിസ്റ്റ് വിത്ത് ജക്കൂസി എന്നാണ് ഈ കാറ്റഗറീൻ്റെ പേര് കേട്ടോ. ഹണിമൂൺ കപ്പിൾസിനൊക്കെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ജക്കൂസി റൂംസ്. പുറത്തോട്ടാണ് ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ബെഡ്റൂം. അപ്പോൾ കപ്പിൾസായിട്ട് വരുന്ന ആളുകൾക്ക് ഞാൻ 100% സജസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു മോർണിംഗ് മിസ്റ്റ് വിത്ത് ജക്കൂസി. ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ക്യാരംസ്, ചെസ് ബോർഡ്, ലുഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്.
പിന്നെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി വൈസ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. സ്ട്രൈഡ് ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഇവർക്ക് വയനാട്ടിലും മൂന്നാറിലും ചേറായിലൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് വരാൻ പറ്റുന്നൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഇറ റിസോർട്ട്. അപ്പോൾ മൂന്നാറിൽ ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് 1 മന്തേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സ്റ്റാഫിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ടോട്ടൽ റിസോർട്ടിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൂന്നാറിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 100% ഫാമിലി കപ്പിൾസ് ബേസ്ഡ് ആണ് ഈ റിസോർട്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിലേക്കാണ് കേട്ടോ. സ്നോ ഡ്രോപ്പ് എന്നാണ് ഈ കാറ്റഗറീൻ്റെ പേര്. ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക്, കപ്പിൾസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു പൂൾ വില്ല. റൂംസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ റൂംസും സെയിം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, പൂള് പ്രൈവറ്റ് ആണ്. സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ലിവിങ് സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. കാരണം പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ ഒരു വെച്ച് റെഡിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ആ ഒരു ഗാർഡനിയ കോട്ടേജ്. ഈ റൂംസിനും ബാൽക്കണി ഉണ്ട്. നല്ല റൂംസാണ്. വലിയ സ്പേസിൽ ഫാമിലിക്കും ഒക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയുള്ള റൂമാണ്. ഇതാണ് ഈ റൂമിൻ്റെ ഒരു ബാൽക്കണി. നമ്മൾ ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള ഒരു വ്യൂ ആണ് കിട്ടുക. പൂൾ വ്യൂ ആണ്. ടോട്ടൽ ഇവിടുത്തെ കോട്ടേജസും ടോട്ടൽ ആംബിയൻസ് വൈസൊക്കെ നമുക്ക് ഒരു ബാൽക്കണി നിന്നുകൊണ്ട് ഇങ്ങനെ കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ടോട്ടലി ഇവിടുത്തെ കാറ്റഗറി വൈസ്. 3 കാറ്റഗറിയിലായിട്ട് 17 ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഇവിടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ആ വ്യൂ പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാം. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മോർണിംഗിലൊരു നാച്ചുറൽ വാക്കിങ്ങും ആവും, നമുക്ക് ആ സൺറൈസും കാണാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇറ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ്. നമ്മൾ നല്ല ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായി, നല്ല ഫുഡായിരുന്നു. നമ്മൾ ഫ്രൈഡ് റൈസും ഗീ റൈസും ബട്ടർ നാനോ, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ 65, ഐസ്ക്രീം, ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ലോങ്ങിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് വളരെയധികം ടയേർഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബൊഫേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ മെനു ആണ് നോക്കല്ലേ. 8:30 ആയപ്പോഴത്തേക്ക് റൂംസിലോട്ട് കോള് വന്നു, സാർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. 44 മെമ്പേഴ്സിന് ഇരിക്കാനുള്ള ഡൈനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അലാക്കാട്ടാണ് ടേബിളിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ മെനു നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല ഇഡ്ഡലി, ദോശ, ഉഴുന്നുവട, കട്ട് ഫ്രൂട്ട്സ്, ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ പൊതുവെ ബൊഫയാണ് കൊടുക്കാറ്. അപ്പോൾ വീക്ക് ഡേയ്സ് ആണ്, പിന്നെ പുതിയ പ്രോപ്പർട്ടിയൊക്കെ ആയതുകൊണ്ട് ഗസ്റ്റുകൾ അറിഞ്ഞ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു 3-4-5 ഫാമിലീസൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അലാക്കാട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള മെനു നമുക്ക് ചൂസ് ചെയ്യാം. ഇന്നലത്തെ ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ഈവനിങ് സ്പോട്ട് എന്ന് തന്നെ പറയാം. വൈകുന്നേരത്ത് നമുക്ക് ഇവിടെ ഒരു ടീ കൗണ്ടറൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അതൊരു നൊസ്റ്റാൾജിയ ടീ ഷോപ്പ്. ഇതേ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇവിടുത്തെ കിഡ്സ് പാർക്കും ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ടീ സ്നാക്സ് കൊടുക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ടീ ഷോപ്പ് ഉടൻ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ഇതൊരു വാച്ച് ടവർ പോലെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വ്യൂ പോയിൻ്റ് ഉണ്ടോ, അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാം. മോർണിംഗിലെ സൺറൈസൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. അടിപൊളിയാട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചായയൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ചായ കുടിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അടിപൊളി. ഇറ എന്ന് പറയുന്നത് പുതിയ പ്രോപ്പർട്ടിയാണ്. മൂന്നാറിലെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനിയും ഒരുപാട് സംഭവങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. ഈ റൂഫ് ടോപ്പ്, ഈ ടീ കൗണ്ടർ, കിഡ്സ് പാർക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്ത് തന്നെ ഇതൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ ഓപ്പൺ ആയിരിക്കും കേട്ടോ.
എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസങ്ങൾക്ക് ശേഷമാണ് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി, കാരണം വരുന്ന വഴിക്ക് ഞങ്ങൾ മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് റിസോർട്ടിലെത്തിയത്. നൈറ്റാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തത്. നോർമലി ഇവിടെ 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം, 11 മണിക്കാണ് ഇവർ ഔട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്ക് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് ഒരു പ്രൈവസിയിൽ നല്ല ലക്ഷറി റിസോർട്ടൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാ റിസോർട്ട് നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ചൂസ് ചെയ്യാം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും റൂംസ് വൈസ് ആണെങ്കിലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 7,500 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ബുക്കിങ്ങിന് മറ്റുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാറിലെ ഏറ്റവും പുതിയ ഇറാ റിസോർട്ടിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.